ഹായ് ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മിക്സഡ് ഡേ ആണ്. എല്ലാ ആക്ടിവിറ്റീസും ഞാൻ സൺഡേ ആണ് ചെയ്യാറ്. പൊതുവേ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. എണീറ്റ് ഉടനെ ഞാൻ ചായ കുടിക്കാറുണ്ട്. പിന്നെ കുറച്ച് എൻ്റേതായ മീ ടൈമാണ്. ജസ്റ്റ് ഒരു ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ലോല എന്ന ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പോഴാണ് തോന്നിയത്. ഈ ബുക്കിൽ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. ഒരു പാർട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ഒരു 8 മണിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. പുറത്തെ ചെടിക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വന്നതിന് ശേഷം റൂമിൽ എൻ്റെ ടേബിളിൽ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൂടെ വെള്ളം ഒഴിക്കുകയാണ്. സൺഡേ എനിക്ക് ടൈം കിട്ടുന്നതുകൊണ്ട് എൻ്റെ തുണിയൊക്കെ ഞാൻ തന്നെയാണ് അലക്കാറ്. പുറത്തു പോയി കല്ലേലാണ് അലക്കുന്നത്. തുണിയെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം മുറ്റം അടിക്കാൻ വിചാരിച്ചു. പൊതുവേ ചപ്പ് ചവറൊന്നും ഇല്ലെങ്കിലും എന്നും ഇവിടെ മുറ്റം അടിക്കാറാണ് പതിവ്. പുറകിലും വീടിൻ്റെ സൈഡിലൊക്കെ അടിച്ചു തരിയ ശേഷം ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഠിക്കാനുള്ളതെല്ലാം ഞാൻ എൻ്റെ ടേബിളിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴത്തേക്കും സമയം 9:45 ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ടാണ് പഠിക്കാനിരുന്നത്. ടൈമൊക്കെ സെറ്റ് ചെയ്ത് മൈൻഡും റിലാക്സ് ആക്കി നേരെ ടു ഡു ലിസ്റ്റിലേക്ക് പോയി. നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ എനിമിയായ സോഷ്യൽ സയൻസ് ആയിരുന്നു. നോക്കിയപ്പോൾ 3-4 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഞാൻ തന്നെയാണോ എഴുതിയതെന്ന്. പക്ഷേ എന്തായാലും A+ വേണ്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ സോഷ്യലിലേക്ക് കടന്നു. ലേബർ ഇന്ത്യ ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ സോഷ്യൽ ടെക്സ്റ്റൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഒരു 3-4 പേജ് ഉണ്ട് പഠിക്കാൻ. പേജ് മറിക്കും തോറും എൻ്റെ മുഖത്ത് പല പല ഭാഗങ്ങളും മിന്നി മറയുന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കണം. നമ്മുടെ A+ലേക്ക് എത്തണമെങ്കിലും ഇതെല്ലാം കഴിഞ്ഞു പോകണ്ടേ. സോഷ്യൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത അംഗം ഞാനും പുട്ടുമായിട്ടായിരുന്നു. ഞാനും പുട്ടും ആജന്മ ശത്രുക്കളാണ്. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം പുട്ടിനോടുള്ള അംഗം കഴിഞ്ഞ് അടുത്ത മാത്സിനോടായിരുന്നു. എൻ്റെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്നത് ഒന്നുമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്കോട്ട് പാസ്സാവണമെന്നുണ്ടായിരുന്നു. എക്സാമിന് 1 വീക്ക് മുമ്പെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിയണമെന്നൊരു വാശി എനിക്കുണ്ട്. 90% ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കി വരുന്നു. മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് നിന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസും തേർഡ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്താണ് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുന്നുണ്ട്. പൊട്ടത്തരം ആസ് യൂഷ്വൽ എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് ഇതിലും ഞാൻ ഒരുപാട് പൊട്ടത്തരങ്ങൾ ചെയ്തു വെച്ചു. എങ്കിലും അതൊക്കെ ആൻസർ ലേബറിൻ്റെയിലൊക്കെ നോക്കി ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 ചാപ്റ്റേഴ്സും ചെയ്ത് തീർത്തപ്പോൾ തന്നെ മാത്സിനോട് എനിക്ക് വല്ലാതെ ശത്രുത തോന്നി. ഞാൻ പിന്നെ അതങ്ങ് അടച്ചു വെച്ചു. വെറുതെ എന്തിനാണ് നമ്മൾ വൈരാഗ്യമൊക്കെ കൂട്ടുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ടു ഡു ലിസ്റ്റൊക്കെ എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. ഫുള്ള് കംപ്ലീറ്റ് ആക്കണം എന്നൊരു എയിമൊക്കെയുണ്ട്. ഞാൻ എന്തായാലും അത് ചെയ്യും. പഠിച്ചു കഴിഞ്ഞെങ്കിലും ആ ബുക്കിനോടും പേപ്പറിനോടും ഒന്ന് വിട പറയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് പല പല കോഡ്സും പല പല പിക്ചേഴ്സും ചേർത്ത് ഒരു പേപ്പറിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫിസിക്സ് പഠിക്കാനെടുത്തു. ടെക്സ്റ്റ് തുറന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് ഒരു വലിയൊരു പാരഗ്രാഫാണ്. ഞാൻ ChatGPT കൊടുത്തതിന് ശേഷം ലൈൻ ബൈ ലൈൻ ഷോർട്ടാക്കി എടുത്തു. ആ ഷോർട്ട് നോട്ടൊന്ന് കാണുമ്പോൾ ഒരു സമാധാനമാണ് മനസ്സിൽ. ടു ഡു ലിസ്റ്റ് നോക്കിയപ്പോൾ അതിലുള്ള മിക്ക കാര്യങ്ങളും ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി നോക്കിയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫിസിക്സ് ഒന്ന് നോട്ടിൽ എഴുതി കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് പോയപ്പോൾ TVയും ഫുഡും എന്നെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ TVയും കണ്ടു, ഫുഡും കഴിച്ചു. ഇതൊക്കെയാണ് എൻ്റെ സൺഡേ ലീലാവിലാസങ്ങൾ.